ഹലോ ഗൈസ്, പരീക്ഷ തൊട്ടടുത്തെത്തിയിട്ടും മൊബൈല് ഇപ്പോഴും താഴെ വെക്കാൻ മടിയുള്ള ഒരുപാട് പേരാണ് ഈ വീഡിയോ കാണുന്നത് അല്ലേ? അപ്പൊ ഈ ഫോണിൽ തോണ്ടി 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 അങ്ങ് ശീലമായി പോയി. ഇപ്പൊ പഠിക്കാൻ നോക്കുമ്പോഴോ മൊബൈൽ ഡിസ്ട്രാക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നു, മൊബൈൽ എടുത്തില്ലെങ്കിൽ കൈ വിറയ്ക്കുന്നു. സോ എങ്ങനെ ഈ പരീക്ഷാ കാലയളവില് തൽക്കാലത്തേക്ക് മൊബൈലിനൊന്ന് മാറ്റി വെക്കാം, എന്നിട്ട് പഠനത്തിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക്. പലപ്പോഴും നിങ്ങൾ ഡിസ്ട്രാക്ട് ആവാൻ മെയിൻ കാരണം നോട്ടിഫിക്കേഷൻസ് ആണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് ഇത് എടുക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും അവരുടെ മനസ്സിൽ തോട്ട് വരും, അത് എന്തായിരിക്കും, ആരയച്ച മെസ്സേജ് ആയിരിക്കും, അയ്യോ അതിന്റെ റീപ്ലൈ ആയിരിക്കോ എന്ന തോട്ട്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ആ നോട്ടിഫിക്കേഷൻ കൊണ്ട് കേട്ടില്ലായിരുന്നെങ്കിലോ അല്ലേ, പഠനത്തിൽ ഫോക്കസ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഈ പരീക്ഷ കഴിയുന്നവരെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനും വേണ്ട. എന്തായാലും അന്താരാഷ്ട്ര മെസ്സേജ് ഒന്നും ആയിരിക്കില്ല. നിങ്ങളുടെ മൊബൈൽ ഇപ്പൊ തന്നെ എടുക്കുക, സെറ്റിംഗ്സിൽ പോകുക, നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ നോട്ടിഫിക്കേഷൻസിലെ എല്ലാ ആപ്പിന്റെയും നോട്ടിഫിക്കേഷൻസ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് ഒന്നുമില്ല മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, ഞാൻ ടൈം ടേബിളിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണാത്തവരൊക്കെ പോയി കാണണം. അതിൽ പറയുന്ന പോലെ നിങ്ങൾ ഒരു പഠിക്കാനൊരു സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് മൊബൈൽ ഫോൺ വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, മൊബൈൽ ഫോണിൽ ഒരു മോഡ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ മേലെ നിങ്ങൾ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ കാണാം വിമാനത്തിന് ചിത്രമുള്ളത്. എന്താണത്? എയറോപ്ലെയിൻ മോഡ്. അതങ്ങ് ഓൺ ചെയ്തിട്ട് അടുത്ത റൂമിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ ആയിട്ടുള്ള അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വല്ല സഹോദരനെയോ കൊടുത്തിട്ട് പറയണം, എന്റെ സ്റ്റഡി ടൈം ഇത്ര മുതൽ ഇത്ര വരെയാണ്, അതിനുള്ളിൽ എനിക്ക് ഈ ഫോൺ തരണ്ട. ക്ലിയർ? അപ്പൊ നിങ്ങൾ പറയും, ചേട്ടോ പഠിക്കാനുള്ള നോട്ട്സും എല്ലാം എന്റെ ആ മൊബൈൽ ഫോണിലാണ്, അതില്ലാതെ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ നോട്ട്സും ടെക്സ്റ്റൊക്കെ ഉപയോഗിച്ച് പഠിക്കുക. ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോണോ, ഫോർ എക്സാമ്പിൾ അമ്മയുടെ ഫോൺ, ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്നും ഉണ്ടാവത്തില്ല, സോ അങ്ങനത്തെ ഒരു ഫോൺ എടുത്ത് അതിലിരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മൊബൈലിന്റെ മറ്റൊരു ഉപയോഗം എന്താ, സമയം നോക്കാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ നോക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ സമയം നോക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് കിടക്കുന്ന മെസ്സേജും അങ്ങ് ഓപ്പൺ ആക്കും, പിന്നെ അതിലങ്ങ് ആയിപ്പോകും അല്ലേ? സോ സമയം നോക്കാൻ നിങ്ങൾ ഒരു ക്ലോക്കോ അല്ലെങ്കിൽ ഒരു ടൈമറോ വാങ്ങി വെക്കുക. എന്നിട്ട് ആ ടൈമർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ പഠിക്കുകയാണ്, ടൈമറിൽ കറക്റ്റ് ഒരു സമയം, ഓക്കെ എന്റെ ബ്രേക്ക് ടൈം. അങ്ങനെ ടൈമർ വെച്ച് പഠിക്കാൻ വേണ്ടി ശീലിക്കുക. ഇനി അടുത്ത പോയിന്റ്, മൊബൈൽ നിങ്ങൾ കുറെ കാലമായി അഡിക്റ്റഡ് പോലെ യൂസ് ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ സമാധാനിപ്പിക്കുക, ഞാൻ ഇത്ര മണിക്കൂർ പഠിച്ചാൽ എനിക്കൊരു ഇത്ര മിനിറ്റ് മൊബൈൽ ഉപയോഗിക്കാൻ ഞാൻ കൊടുക്കും. ദാറ്റ് മീൻസ് ആസ് എ റിവാർഡ്, ഒരു റിവാർഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ 2 മണിക്കൂർ ഇന്ന് പഠിക്കും. ഓക്കെ, 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് ഞാൻ ഫോണിൽ കളിക്കും എന്നൊരു റിവാർഡ് സ്വന്തമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മൊബൈലും കളിക്കാം, 2 മണിക്കൂർ പഠിത്തവും കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റ്, നിങ്ങൾ കിടക്കുന്നതിന്, രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പുള്ള സമയത്തും അതുപോലെ രാവിലെ എഴുന്നേറ്റ പാടെയുള്ള 1 മണിക്കൂർ സമയത്തും ഈ ഒരു 2 മണിക്കൂറിൽ മൊബൈൽ തൊടാനേ പാടില്ല. അത് നിങ്ങളുടെ ക്വാളിറ്റി സ്ലീപ്പിന് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ അഡിക്ഷനെ ചെറുതായി ഒന്ന് കുറയ്ക്കുകയും ചെയ്യും. ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അടുത്ത ടിപ്പ് മറ്റൊന്നുമില്ല, നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് തന്നെ പഠിക്കാം. ഫോൺ ഉപയോഗിക്കാൻ പറ്റും ചേട്ടാ? അതെ, ഫോൺ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ സോഷ്യൽ മീഡിയയും ഗെയിംസ് ഒന്നും അല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊഡക്റ്റീവ് ആപ്പുകൾ ലൈക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, നല്ല ആപ്പാണ്. നിങ്ങൾ പഠിക്കുന്നത് ട്രാക്ക് ചെയ്യാനും മറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്നും എന്താ പറയുക, ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ആക്കി കഴിഞ്ഞാൽ മറ്റു ആപ്പിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങളെ തന്നെ ലോക്ക് ചെയ്ത് വെക്കാൻ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ്, ഫോറസ്റ്റ് പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അടുത്ത പോയിന്റിൽ പറയാനുള്ളത് ഒന്നുമില്ല, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പറ്റുമെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല, ജസ്റ്റ് പോസ് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് റീആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ എക്സാം കഴിയുന്നത് വരെ ഇതൊന്ന് പോസ് ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൽ കയറാനുള്ള ടെൻഡൻസി ഇതുമൂലം കുറയും. ഇനി ലാസ്റ്റ് പോയിന്റ് പറയാൻ പോകുന്നത് ഒന്നുമില്ല, നിങ്ങൾക്ക് നല്ല വിശ്വസിക്കാൻ പറ്റുന്ന, പരസ്പരം നന്മ ആഗ്രഹിക്കുന്ന ഒരു 1, 2, 3 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ പേര് ആദ്യം ഒന്ന് കമന്റ് സെക്ഷനിൽ കൊടുക്കണേ, നിങ്ങളുടെ ഫേവറേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സിനെ. ഓക്കെ, സോ ആ ഫ്രണ്ട്സിനെ വെച്ചുകൊണ്ട് ഒരു ചെറിയ സ്റ്റഡി ഗ്രൂപ്പ് ഫോം ചെയ്യുക. എന്നിട്ട് പരസ്പരം ഒരു എന്താ പറയാ, ഒരു റൂൾസ് വെക്കുക. അനാവശ്യമായി മൊബൈൽ ഉപയോഗിക്കുന്ന ആളെ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ, ഡബിൾ ടിക്ക് വീണാൽ എന്ത് ചെയ്യുക, ഫൈൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ്. ഈ രീതിയിൽ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും നിങ്ങളുടെ ഫോൺ അഡിക്ഷനെ കുറയ്ക്കും. സോ ഈ രീതികളൊക്കെ ഉപയോഗിച്ച് മാക്സിമം ഫോൺ അഡിക്ഷൻ കുറച്ച് നിങ്ങളുടെ പഠന സമയം നല്ല മാർക്ക് മേടിച്ചോ. സോ ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും കാലത്തെ നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിന്റെ ഏക ഔട്ട്പുട്ട് നിർണ്ണയിക്കാനായി നിങ്ങളുടെ കയ്യിലുള്ളത് ദിവസങ്ങൾ മാത്രം. എന്നിട്ടും നിങ്ങൾക്ക് ഫോൺ എടുത്തു വെക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിക്കൂ മക്കളെ, നിങ്ങളുടെ റിസൾട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഫോണൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് നിങ്ങൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.